ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 27. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. നിശ്ചയമായും പ്രശാന്തമനസ്കനും രജസ് ശാന്തമായവനുമായ ഈ യോഗിയെ പാപരഹിതവും ബ്രഹ്മബോധവുമായ ഉത്തമ സുഖം പ്രാപിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിലൂടെ പരിശ്രമിച്ച് ജപധ്യാനങ്ങൾ നേടിയ ഒരു യോഗി എന്ന് പറയുമ്പോൾ അനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണതയിലെത്തിയ ഒരാൾ, അതുകൊണ്ട് സാധിക്കേണ്ടത് സാധിച്ച ഒരാൾ, ധ്യാനത്തിൽ ഉറച്ച ഒരാൾ, അങ്ങനെയുള്ള ഒരാളുടെ വസ്തുത സ്ഥിതിയെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അയാൾ പ്രശാന്തമായ മനസ്സോടൊത്തവനും ശാന്തമായ രജസ്സോടൊത്തവനും ബ്രഹ്മഭൂതനും കൽമഷരഹിതനുമായ ഈ ധ്യാന യോഗിയെ ഉത്തമമായ നിരതിശയമായ സുഖം പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ ശാന്തമായ എന്ന് പറയുമ്പോൾ തീർച്ചും ശമിച്ച അവസ്ഥ, രജോ ഗുണമൊക്കെ നീങ്ങിയ, അതായത് ഒരു എരിവിരി കൊണ്ടുള്ള പോക്കുണ്ടല്ലോ, അതില്ലാതായിട്ട് എല്ലാറ്റിലും ഒരു വീണ്ടു വിചാരത്തോടു കൂടി ഒരു ശാന്തമായ പ്രകൃതി. അങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് അടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ശാന്തി അനുഭവപ്പെടും, സാമീപ്യം തന്നെ. മറ്റേ രജോ ഗുണം കൊണ്ട് ഇങ്ങനെ തിളച്ചു മറയുന്ന ആളുടെ അടുത്തേക്ക് അടുക്കാൻ പോകാൻ പറ്റില്ല, പട്ടി പോലും അവിടെ നിന്ന് ഓടിപ്പോകുന്ന പറയുക. അതുകൊണ്ട് ഇങ്ങനെ ധ്യാനയോഗത്തിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ ഉദ്ദേശത്തിൽ, ആ ധ്യാനയോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ എത്തിയ ആൾ, അയാളെയാണ് ഇവിടെ പ്രശാന്ത മനസ്കൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അയാളുടെ മനസ്സ് ശാന്തമാണ്, വിഷയാകാര പരിണാമ ഭാവങ്ങൾ നീങ്ങിയിട്ടുണ്ടെന്നർത്ഥം. അത് ലഭിക്കണം, ഇത് ലഭിക്കണം, അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ആ പോക്ക് നീങ്ങിയിട്ടുണ്ട്, ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ സങ്കല്പ വികല്പ വ്യാപാരങ്ങൾ നീങ്ങിയ തൻ്റെ സ്വരൂപസ്ഥിതമായ, അതാണ് സ്വരൂപസ്ഥിതി, അതാണ് നമ്മുടെ തനി സ്വഭാവം, ശാന്തമാണ്. നമ്മൾ പലതിലേക്ക് അത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ച് ഓടുമ്പോഴാണ് നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാവുന്നത്. അതില്ലെങ്കിൽ നമ്മൾ സ്വതവേ ശാന്തന്മാരാണ്. ആ സ്വതവേയുള്ള ഭാവം നമ്മുടെ എല്ലാ ബ്രേക്കുകളും വിട്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടല്ലോ, രാത്രി സുഷുപ്തിയിൽ ശാന്തമായി ഉറങ്ങുന്ന സമയം. ഉണർന്നിരിക്കുന്ന സമയത്ത് എത്ര ക്രൂരനോ എങ്ങനെയുള്ള ഒരാളോ ആയിക്കോട്ടെ, പക്ഷേ സുഷുപ്തിയിൽ അയാളുടെ മുഖം ശാന്തമായിരിക്കും. കാരണം അപ്പോൾ ഒരു വേവലാതിയില്ല, ഒന്നിൻ്റെ പിന്നാലെയും പരക്കം പായുന്നില്ല. അതാണ് തൻ്റെ ശരിയായ സ്ഥിതി. ആ ശാന്തമായ മനസ്സ്, പ്രശാന്തമായ മനസ്സ്, ഇപ്രകാരമുള്ള മനസ്സോടൊത്തയാളെ ഉത്തമമായ സുഖം പ്രാപിക്കുന്നു. നോക്കൂ, സർവ മനുഷ്യന്മാരും, അതായത് ലോകത്ത് ജീവിക്കുന്ന സാധാരണ ലൗകികരൊക്കെ തന്നെ സുഖം പ്രാപിക്കാനായിട്ടാണ് സകല പരിശ്രമങ്ങളും ചെയ്യുന്നത്. ഒരാൾ വിവാഹം കഴിക്കുന്നതായിക്കോട്ടെ, ഒരാൾ പണം സമ്പാദിക്കുന്നതായിക്കോട്ടെ, ഒരാൾ വീട് വയ്ക്കുന്നതാവട്ടെ, ഒരാൾ വസ്ത്രം മറ്റതൊക്കെ വാങ്ങുന്നതാവട്ടെ, ഒരാൾ എന്തിന് മദ്യശാലയിൽ പോകുന്നതാവട്ടെ, ഒരാൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാവട്ടെ, എല്ലാം അത് കിട്ടിയ സുഖമാവും വിചാരിച്ചിട്ട്. എന്തിനേറെ പറയണം, ഒരാൾ മറ്റേയാളെ കൊന്നാലും തിരക്കെടില്ല, തനിക്ക് സുഖമാവണം. ഇങ്ങനെ സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റുള്ള പലതിൻ്റെ പിന്നാലെ പിറകെ പരക്കം പാഞ്ഞിട്ടും എന്തെന്തു വ്യാപാരങ്ങൾ ചെയ്യുന്നുണ്ടോ അവയൊക്കെ, ഇനിയിപ്പോൾ വൈദികങ്ങളാവട്ടെ ലൗകികങ്ങളാവട്ടെ, ഇതൊക്കെ സുഖത്തിനായിക്കൊണ്ടാണ്. തനിക്ക് സുഖം വേണം, മറ്റുള്ളവർക്ക് ദുഃഖം വന്നാലും കുഴപ്പമില്ല.
അതുകൊണ്ടാണ് ആചാര്യന്മാരെ പറഞ്ഞത്, തനിക്ക് സുഖം വേണമെന്ന് ചിന്തിക്കുന്നവർ മറ്റുള്ളവരെ സുഖത്തെ നിന്ദിക്കാതെയെങ്കിലും ആവണേന്ന്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം എന്നുള്ള ചിന്ത ഉണ്ടായാൽ തന്നെ നന്നായി. പക്ഷെ ഇതല്ല, ഈ സുഖത്തിനായി കൊണ്ട് മറ്റുള്ളവനെ നശിപ്പിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ എല്ലാം പോകുന്നു. എന്നിട്ടോ സുഖം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഈ സുഖത്തിനുള്ള തൃഷ്ണ അത് എപ്പോഴും അയാൾക്ക് ടെൻഷനും പ്രയാസങ്ങളും ഉണ്ടാക്കി തരികയാണ്. അങ്ങനെ വിവിധ വിഷയങ്ങളുടെ പിന്നാലെ ഓടി തളർന്ന് സുഖപ്രാപ്തിക്കായിക്കൊണ്ട് പരക്കം പാഞ്ഞ് ആഞ്ഞടിക്കുന്ന തിരമാലകളോടൊത്ത കടൽ പോലെ പ്രക്ഷുബ്ധമാകുന്നത് ഈ തത്രപ്പാടിലാണ്, ഈ സുഖത്തിനായിക്കൊണ്ടുള്ള തത്രപ്പാടിലാണ്. എന്നാൽ അയാൾക്ക് സുഖം നേടാനാവണില്ല. പൂർണ്ണ തൃപ്തിയായി സുഖമായി എന്നൊരവസ്ഥ ഈ സംസാര ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. എന്നാൽ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ധ്യാന യോഗത്താൽ എന്താണ് നേടുന്നത്? അവിടെ ഒരു സുഖത്തിൻ്റെ പിന്നാലെ ഓടുന്നില്ല. എപ്രകാരമാണോ സമുദ്രത്തിലേക്ക് വിവിധ പുഴകൾ അങ്ങോട്ടൊഴുകിയെത്തുന്നത്, അപ്പോൾ തനിക്ക് സുഖം ഇങ്ങോട്ട് തേടി വരികയാണ്. അങ്ങോട്ട് ഓടിപ്പോണില്ല, അങ്ങോട്ട് ഓടുന്ന കാലത്തോളം കിട്ടുന്നില്ല. മറ്റത് ഇങ്ങോട്ട് തേടി വരികയാണ് തന്നെ. അപ്പം തന്നിൽ ഒതുങ്ങിയ മനസ്സോടൊത്തയാള് സുഖമായി കഴിയുന്നു, ഒന്നിൻ്റെ പിന്നാലെയും ഓടുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, സർവോത്തമമായ നിരതിശയമായ സുഖം അയാളെ അങ്ങോട്ട് പ്രാപിക്കുന്നു. അയാൾ സുഖസ്വരൂപത്തിൽ ആമഗ്നനാണ്. അയാൾക്ക് എപ്പോഴും സുഖമുള്ളൂ, അയാൾക്ക് ദുഃഖമില്ല. ശാരീരികമായ ഒരു ക്ലേശങ്ങളും അയാളെ സുഖത്തെ ഇല്ലായ്മ ചെയ്യാൻ ശക്തമല്ല. മറ്റെന്ത് സുഖങ്ങളും നമ്മൾ സുഖമാണെന്ന് വിചാരിക്കുന്നതിന് താരതമ്യം കൊണ്ടാണ്. മറ്റുള്ളവരെക്കാളും എനിക്ക് സുഖമാണല്ലോ എന്ന് വിചാരിക്കും. അത് സമാധാനിക്കാനുള്ള ഒരു സമാധാനപ്പെടൽ മാത്രമാണ്. വാസ്തവത്തിൽ സുഖമില്ല എന്നർത്ഥം. എന്തൊക്കെ ഭൗതിക വസ്തുക്കൾ എന്തൊക്കെ നേടിയാലും സുഖമില്ലെന്ന് മാത്രമല്ല, പിന്നെ സുഖമുണ്ട് എന്നുള്ളത് സമാധാനിക്കുന്നത് താരതമ്യത്തിലൂടെയാണ്. മറ്റയാൾ എത്ര കഷ്ടപ്പെട്ട് എത്ര ദുഃഖിക്കുന്നുണ്ട്, അവർക്കത് കഴിയുന്നില്ലല്ലോ, അതിലേറെ ഭേദമാണല്ലോ ഞാനെന്ന്. ഈ മറ്റൊരാൾക്ക് വലിയൊരു മുറിവുണ്ട്, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മുറിവല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വലിയൊരു രോഗമുണ്ട്, എനിക്ക് ചെറിയൊരു രോഗമല്ലേ ഉള്ളൂ എന്ന് സമാധാനപ്പെടുകയാണ്. ഒരിക്കലും ഈ ദുഃഖം മാറുന്നില്ല, ക്ലേശം മാറുന്നില്ല. ചിലപ്പോൾ പുറമെന്ന് നോക്കുമ്പോൾ വലിയ കെട്ടിപ്പൊക്കിയ കൊട്ടാരം കാണാം, അതിനുള്ളിൽ ചെന്നാലേ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ മുഴുവൻ. നെരിപ്പോട് പോലെ എരിയുന്ന മനസ്സുകളായിരിക്കും, പരസ്പരം സാന്ത്വനപ്പെടുത്താനും ഒന്നിനും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ അങ്ങനെയുള്ള ഒരാൾക്ക് അവരെപ്പോഴും എന്താ ചെയ്യുന്നത്? സുഖത്തിനായിക്കൊണ്ട് നെട്ടോട്ടം ഓടുകയാണ്. മറ്റുള്ളവർ അങ്ങനെയാണല്ലോ പോകുന്നത്, അതുകൊണ്ട് താനും ഇങ്ങനെ പോവാന്ന് വിചാരിച്ച് മുമ്പേ ഗമിക്കുന്ന ഗോവിൻ്റെ പിന്നാലെ ഗമിക്കുന്ന ഗോക്കളെ പോലെ ഓടുന്നു. കണ്ടാലും തിരിയ ചിലർക്കേതുമേ കൊണ്ടാലും തിരിയ എന്നെന്ന് ആ മഹാത്മാവ് ജീവിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നു. എത്രയൊക്കെ മനസ്സിലായിട്ടും. അതുകൊണ്ടാണല്ലോ പല കുടുംബ ജീവിതങ്ങളും താൽക്കാലികമായി വൈകാരികമായിട്ടൊക്കെ പോവും. അത് കഴിഞ്ഞ് ആ വൈകാരികമായ സ്ഥിതി പോയി കഴിഞ്ഞാൽ വിവേകം ഉദിക്കുമ്പോൾ പിന്നെ വേണ്ടിയിരുന്നില്ല, വയ്യായിരുന്നു, ഇത് അല്ല നല്ലത്, കുറച്ചൊക്കെ അപ്പം ജപോ ധ്യാനമൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ഇതുകൊണ്ട് അപ്പോഴേക്ക് തൻ്റെ മനസ്സ് മറ്റ് പല വിഷയങ്ങളുടെ ആകാരതയെ പ്രാപിച്ച് അതിന് കഴിയാതെയും ആവും. അപ്പോഴാണ് അന്വേഷിക്കുന്നത് ആശ്രമം എവിടെയുള്ളത്, ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഭക്തി കൂടുന്നതൊക്കെ അപ്പോഴാണ്, ശാസ്ത്രത്തിലേക്കൊക്കെ തിരിയുന്നത് അപ്പോഴാണ്. അപ്പം ശരിക്ക് കണ്ണ് കാണില്ല, കാത് കേൾക്കില്ല, ബുദ്ധി ഉറക്കില്ല, മുമ്പുണ്ടായിരുന്ന വിഷയങ്ങൾ തേട്ടി വരികയാണ്, അല്ലാതെ ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊന്നും ഉള്ളിലെത്തുന്നുമില്ല. എന്തൊരു കഷ്ടപ്പാടാണ്, എന്തൊരു നരകാന്ന് വിചാരിക്കണം, അവൻ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയുകയാണ്, ഈ പുറമെ നിന്ന് അന്വേഷിച്ച് പോകുന്നത് ക്ലേശഭൂയിഷ്ടമാണ്. ആദ്യം തന്നാൽ അറിയൂ ആ ധ്യാനനിഷ്ഠയിലൂടെ. അതറിഞ്ഞിട്ട് ഏത് വിഷയങ്ങളിലേക്ക് പോയാലും ഒരു കുഴപ്പമില്ല, അതിലൊന്നും ഒട്ടിച്ചേരില്ല. താമരയിലയിൽ വെള്ളം പറ്റിയ പോലെ മറ്റതോ ആ വെള്ളം താമരയിലയുമായിട്ട് ഒരു ബന്ധമില്ലാതെ
ഒരു വിഷയങ്ങളും നമ്മളെ ബന്ധിക്കാൻ പ്രാപ്തമാവില്ല. ഏത് വിഷയങ്ങളായാലും അത് സുഖം തരുമല്ലോ എന്ന് വിചാരിച്ച് അതിനെ നമ്മൾ രണ്ട് കൈയും അങ്ങോട്ടിട്ട് കോർത്ത് പിണച്ച് കെട്ടിയിട്ട് ഇതെന്നെ വിടുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. നമ്മുടെ ക്ലേശങ്ങൾക്കൊക്കെ കാരണം നമ്മൾ തന്നെ സുഖം ഉണ്ടാവും, സുഖം കിട്ടും എന്ന് വിചാരിച്ചുള്ള പ്രതീക്ഷയിൽ പോയിട്ടാണ്. ഇത് ചുറ്റുപാടും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും ഒക്കെ നമ്മൾ ഈ പാഠത്തെ വിലയിരുത്തി പഠിക്കുകയും അതിനൊരു മാർഗദർശിത്വം തരുന്ന ശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കുകയും ചെയ്ത് ധ്യാനനിഷ്ഠയിൽ ഉറയ്ക്കും ചെയ്താൽ ഈ പരമമായ നിരതിശയമായ സുഖത്തെ പ്രാപിക്കുന്ന പറഞ്ഞാൽ, നിരതിശയം എന്നുള്ള വാക്ക് പറഞ്ഞാൽ അവിടെ അതിശയിപ്പിക്കുന്ന, അതായത് അതിന് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത ആനന്ദം അയാൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ലഭിച്ച ആൾക്കാർ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പ്രകാരം വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വിനിവർത്തിപ്പിച്ച് ആത്മവശമാക്കി തീർക്കുന്ന ആ യോഗിയെ, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് എന്ന് പറയുകയാണ്. ഇത് പറയാണ്, പ്രശാന്ത മനസ്കനായ ഈ ഉത്തമനായ ആളെ സുഖം പ്രാപിക്കുന്നു. ഉത്തമം പറഞ്ഞാൽ സർവോത്കൃഷ്ടമായ, നിരതിശയമായ എന്നാണ് അർത്ഥം. അതിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല, ഒരു സുഖത്തിനോടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലൗകികവും സ്വർഗീയവുമായ സുഖങ്ങൾക്കൊക്കെ താരതമ്യങ്ങളുണ്ട്, ഏറ്റക്കുറച്ചിലുകളുണ്ട്, ഉച്ചനീചത്വ ഭാവങ്ങളുണ്ട്. അവയൊന്നും ഉത്തമം എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഭൗതിക സുഖങ്ങൾക്കെല്ലാം ആപേക്ഷികതയുണ്ട്. നിരപേക്ഷമായിട്ടുള്ള സുഖം എന്ന് പറയുമ്പോൾ ആത്മസുഖമാണ്, ആനന്ദമാണത്. ഈ ഒരു ആനന്ദം പ്രശാന്ത മനസ്കനായ യോഗിയെ ഇങ്ങോട്ട് വന്ന് പ്രാപിക്കുന്നു. അല്ല, എവിടെയും പോകണ്ട, സുഖത്തിനായിക്കൊണ്ട് ഇരിക്കുന്നിടത്ത് തന്നെ സുഖം. അയാളിൽ രജസ് ശാന്തമായിരിക്കുന്നു. രജസ് ശാന്തമായി എന്ന് പറഞ്ഞാൽ അവിദ്യയുടെ സകല കാര്യങ്ങളും, രജോ ഗുണത്തിൻ്റെ സകല ഭാവങ്ങളും അയാളിൽ നിന്ന് നീങ്ങിയിരിക്കുന്നു. ഈ രജോ ഗുണം കൊണ്ടാണ് നമ്മളിങ്ങനെ പരക്കം പായുന്നത്, തിരിച്ചറിവില്ലാതെ പോകുന്നത്. അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും, അത് ലഭിച്ചാൽ കിട്ടും, ഇത് ലഭിച്ചാൽ കിട്ടും എന്ന് വിചാരിച്ച് പോകുന്നതൊക്കെ അതാണ്. എന്നിട്ട് ക്ലേശങ്ങളെ ഏറ്റുവാങ്ങുന്നതൊക്കെ രജോ ഗുണത്തിൻ്റെ തള്ളിച്ച കൊണ്ടാണ്. ആ രജോ ഗുണത്തിൻ്റെ സകല ഭാവങ്ങളും അയാളിൽ നിന്ന് നീങ്ങിയിരിക്കുന്നു. അപ്പോൾ ആരാണോ ധ്യാനങ്ങൾ ചെയ്യുന്നത് അവരിൽ നിന്ന് അവർ ശാന്തരാകുന്നു, അവരുടെ രജോ ഗുണ തള്ളിച്ചകൾ നിൽക്കുന്നു. അങ്ങനെയുള്ള ശാന്തമായിരിക്കുന്ന ഒരാൾ, അയാൾ സ്വയമേവ ബ്രഹ്മാത്മഭാവത്തെ പ്രാപിച്ച ആ ബ്രഹ്മഭൂതൻ, ഏകനും അദ്വിതീയനുമായ ബ്രഹ്മം മാത്രം സത്യം, അതുതന്നെ താനെന്ന് നിശ്ചയമുറച്ച സാക്ഷാത്കാര സമ്പന്നനാണ് ബ്രഹ്മഭൂതൻ. അയാളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. കൽമഷങ്ങൾ, പാപം, മാലിന്യം എന്നൊന്നും അയാൾക്കില്ല. അയാൾ ഒരു പാപവും ചെയ്യുന്നില്ല. അയാൾക്ക് ഒരു മാലിന്യങ്ങളും അയാളിലില്ല. അയാൾക്ക് പാപമില്ല, പുണ്യമില്ല. സകലവിധ പാപവാസനകൾ നീങ്ങിയ ശുദ്ധ സ്വരൂപനാണ് അകൽമഷൻ. അയാളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ശാന്തിയെ നൽകും. ശാന്തനായ ഒരാളുടെ ആ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു ആള് ഈ ധ്യാനനിഷ്ഠയിലൂടെ പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയുടെ കേവലമായ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതും മറ്റുള്ളവർക്ക് ശാന്തിയെ നൽകുന്നതുമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഉത്തമം സുഖം ഉപൈതി, ഉത്തമനായവനെ സുഖം പ്രാപിക്കുന്നു. പ്രശാന്ത മനസ്സനും രജോഗുണം ശാന്തമായവനും ബ്രഹ്മബോധനും അകൽമഷനുമായ ആള് വാസ്തവത്തിൽ സർവോത്കൃഷ്ടനായ അയാളെ നിരതിശയമായ ആനന്ദം ഇങ്ങോട്ട് വന്നു പ്രാപിക്കുന്നു എന്നർത്ഥം. അത് ഒരു വിഷയത്തിൽ നിന്ന് ലഭിക്കേണ്ടതല്ല, അത് ബ്രഹ്മാനന്ദമാണ്. സാധാരണ ലൗകികരെ സുഖത്തിനായിട്ട് പരതി ഓടിയിട്ട് ലഭിക്കാത്തതാണ്. സുഖത്തിൻ്റെ ഗന്ധം പോലും ഈ ഭൗതികമായ ഒരു വസ്തുവിൽ നിന്നും ഒന്നിൽ നിന്നും ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഗന്ധം പോലും. ഇപ്രകാരം യോഗഫലത്തെ പറഞ്ഞുകൊണ്ട് ഈ ആശയത്തെ ഭഗവാൻ തുടർന്നും പറയുന്നുണ്ട്. കാരണം ഇതേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ, ആ പ്രശാന്ത മനസ്കനായ അയാൾ തന്നെയാണ് ജീവൻ മുക്തൻ. ആ ജീവൻ ബ്രഹ്മമായി തീരുന്നു. ഇത് അംഗീകരിക്കാൻ ചിലപ്പോൾ ചിലർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ചിലരുടെ ബുദ്ധി ഇതിന് സമ്മതിക്കില്ല. അങ്ങനെ ഒരു വ്യക്തി ദൈവമോ എന്നൊന്നും പറയും. അവിടെ ആ ഒരു വ്യക്തിക്ക് തന്നെ ദൈവത്തിൻ്റെ തലത്തിലേക്ക് ഉയരാൻ പറ്റും.
അപ്പോൾ മനസ്സ് ആത്മാഭിമുഖമായി സ്ഥിതി ചെയ്യുമ്പോൾ, നിശ്ചലവും പ്രശാന്തവുമായി നിൽക്കുമ്പോൾ അതിലെ പഴയ വാസനകളൊക്കെ നീങ്ങിപ്പോയി ശാന്തരജസനായി അകൽമഷം, ഈ വിശേഷണങ്ങൾ, വാസനകൾ നിശേഷം നീങ്ങിയ അവസ്ഥയെ, മനസ്സിലെ വിക്ഷേപങ്ങളും ബുദ്ധിയിലെ ആവരണങ്ങളും നീങ്ങിയ അവസ്ഥയെ, ആ അവസ്ഥയിൽ ആ ജീവൻ സ്വസ്വരൂപം താൻ ആത്മാവാണെന്ന് സത്യം സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ വിക്ഷേപങ്ങൾ ഉള്ളിടത്തോളം കാലം മനസ്സുള്ളിടത്തോളം കാലം ജീവനും നിലനിൽക്കും. മനസ്സാകുന്ന ഉപാധിയിലെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവൻ. ഈ ജീവനാണ് ധ്യാനം തുടങ്ങുന്നത്, അതായത് ആത്മസ്വരൂപത്തിന് നേരെ തിരിയുന്നത്. ആ പ്രശാന്ത അന്തരീക്ഷത്തിൽ എല്ലാ മനോവൃത്തികളും അടങ്ങുമ്പോൾ, മനസ്സു തന്നെ ഇല്ലാതാവുമ്പോൾ, ആ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിൽ തന്മയീഭവിക്കുന്നു. അതായത് ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി തീരുന്നു. ഈശ്വരൻ്റെ പ്രത്യക്ഷ രൂപമാണ്. അങ്ങനെ ഈശ്വരനായി കണ്ട് നമ്മൾ അങ്ങനെയുള്ള ജ്ഞാനികളെ നമസ്കരിക്കുന്നു. അരൂപനായിരിക്കുന്ന, രൂപമില്ലാത്തതായ ഈശ്വരൻ്റെ കാണപ്പെട്ട രൂപമായി ജീവിച്ചിരിക്കുന്ന ആ ആനന്ദസ്വരൂപനെ, ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാവിനെ ബ്രഹ്മഭൂതൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതാണ് പറയുന്നത് ജ്ഞാനപാനമാണ്. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. അവിടെ ലജ്ജ വേണ്ട. അങ്ങനെയുള്ള ആനന്ദം പ്രാപിച്ചിരിക്കുന്ന, തന്നാലറിഞ്ഞിരിക്കുന്ന ആ ധ്യാനയോഗ നിഷ്ഠയിലൂടെ ആ പരമമായ പദപ്രാപ്തിയിൽ ആനന്ദത്തിലിരിക്കുന്ന ആളെ, പ്രശാന്ത മനസ്കനായ ആ ആളെ, അയാളെ പോയി നമസ്കരിച്ചോളൂ. അങ്ങനെയാണ് നമസ്കരിച്ച് ലജ്ജയില്ലാതെ നമസ്കരിച്ചോളൂ, ഉത്തമാംഗം താഴ്ത്തിക്കോളൂ. എങ്കിൽ അയാളുടെ ആ ശാന്തതയെ നമുക്കും പ്രാപിക്കാൻ സാധിക്കും. വെറുതെ കിട്ടുകയല്ല, നമുക്കും അതിനുള്ള പ്രേരണ ഉണ്ടാവും. ആ പ്രേരണയെ പിൻപറ്റി നമ്മളും സാധന ചെയ്താൽ ആ ഉറപ്പ് നമുക്കുണ്ടാവും. അതിലൂടെ നമുക്കും ആ പരമമായ വ്യക്തിത്വത്തെ പ്രാപിക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ നമ്മൾ പരക്കം പായുന്നവരുടെ പാത പിന്തുടരുകയാണ്, അതിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചൊരു മഹാത്മാവിനെ നമസ്കരിക്കുമ്പോൾ ആ മഹാത്മാവിൻ്റെ പാതയെ, അദ്ദേഹത്തിൻ്റെ ആ ശാന്തിയുടെ കാരണത്തെ നമ്മൾ അറിയാതെ അന്വേഷിച്ചു പോകുന്നു. ആ ശാന്തതയിലേക്ക് നമ്മളും പരിശ്രമിച്ചുയരാൻ അതൊരു പ്രേരണയായി തീരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കളെ നമ്മൾ സർവാത്മന നമസ്കരിക്കുന്നു.